ില്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹാ രണ്ടുപേരും വിവാഹം കഴിഞ്ഞു. ഒരുപാട് നാളുകളായി മക്കളില്ല, രണ്ടുപേർക്കും പ്രായമായിരിക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, മക്കളെ കിട്ടാൻ ദുആ ചെയ്യുകയാണ്. എന്നിട്ടും മക്കളെ കിട്ടാതെ വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഭർത്താവായ ഇബ്രാഹിം നബിയോട് അവിടുന്ന് പറയുന്നു, നബിയേ, ഇനി ഞാൻ പ്രസവിക്കുമെന്ന് തോന്നുന്നില്ല നബിയേ, എനിക്കൊരുപാട് പ്രായമായല്ലോ, അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം നബിയേ. ഒരു ഭാര്യ ഭർത്താവിനോട് മറ്റൊരു വിവാഹം കഴിക്കാൻ പറയുകയാ. ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. ആ വിവാഹത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായാ അത് എന്റെ കുഞ്ഞ് തന്നെയല്ലേ നബിയേ, എനിക്കവനെ സ്നേഹിക്കാൻ കഴിയുമല്ലോ. ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, സാറാ, എങ്കിൽ നീ തന്നെ ഒരു പെണ്ണിനെ കാണിച്ചതാ. ആരെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത്? നീ തന്നെ കാണിച്ചതാ സാറാ. സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാ. ആരെയാ കാണിച്ചു കൊടുത്തത്? മഹദി ഹാജറാ. ഹാജറാ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയാ, ഇബ്രാഹിം നബി ഹാജറാ ബിയെ വിവാഹം കഴിച്ചു. അവിടുന്ന് ഒരു കുഞ്ഞു ജനിക്കുകയാണ്, ഒരു പൊന്നുമോന് ജനിക്കുകയാണ്. ഇസ്മായിൽ എന്ന് പേരിടുകയാ. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ച് തന്റെ ചോരക്കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു ഇബ്രാഹിം നബി. വന്നിട്ട് പറയുന്നു, ഹാജറാ, യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തോ. പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയോട് പറയുകയാണ്, ചോര കുഞ്ഞിനെയും എടുത്തിട്ട് യാത്രയ്ക്ക് തയ്യാറെടുത്തോ. ഹാജറ ചോദിച്ചു, എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചില്ല. ഭർത്താവ് ഒരുങ്ങാൻ പറഞ്ഞു, ഞാൻ പ്രസവിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞില്ല, ഒരുങ്ങാൻ പറഞ്ഞു. ആ സാലിഹത്തായ പെണ്ണനുസരിക്കുകയാണ്. ഭർത്താവ് ഒരുങ്ങാൻ പറഞ്ഞു, ആ പെണ്ണൊരുങ്ങുകയാണ്. തന്റെ ചോര കുഞ്ഞിനെ എടുത്തു. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു പോവുകയാണ്. അവസാനം യാത്ര ചെയ്ത് മക്കയിലെത്തിയിട്ട്, പടച്ചവനെ, സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകളുണ്ടല്ലോ. അല്ലാഹുവേ, ജനവാസമില്ലാത്ത ഒരു പറവ് പോലും പറക്കുന്ന പോകാത്ത ഒരു പറവ് പോലും ഇല്ലാത്ത ഒരു മനുഷ്യനില്ലാത്ത രണ്ട് മലകൾക്ക് നടുവിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും അതാ ഇബ്രാഹിം നബി ഇറക്കി വിട്ടിട്ട് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള കാരക്കയും കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു നടക്കുകയാ. സാറാ ബീവി ഇങ്ങനെ അതാ ഹാജറാ ബീവി അത്ഭുതത്തോടെ നോക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ മിണ്ടാതെ നടന്നു പോവുകയാ. ഹാജറാ ബീവി ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ കൽപ്പനയാണോ അതോ സ്വന്തം തീരുമാനമാണോ? ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ, ഹാജറാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടുന്ന് പറയുന്നു, ഹാജറാ, ഇത് എന്നെ പടച്ച റബ്ബിന്റെ തീരുമാനമാ ഹാജറാ. തന്റെ തോരക്കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ഹാജറ പറഞ്ഞു, ഹസ്ബുനല്ലാ, ഹസ്ബുനല്ലാ, എങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ പൊക്കോ. എന്നെയും എന്റെ കുഞ്ഞിനെയും നോക്കാൻ അല്ലാഹുവിനറിയാ, എന്നെയും എന്റെ കുഞ്ഞിനെയും നോക്കാൻ അല്ലാഹുവിനറിയാ. എന്റെ പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി നടന്നു പോവുകയാ. കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളരുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളരുകയാണ്. വാപ്പ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ വളർന്ന് ചരിത്രം പറയുന്നു. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മടങ്ങി വരികയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിൽ, മകന്റെ മുന്നിലേക്ക് അതാ വർഷങ്ങൾ കഴിഞ്ഞു മടങ്ങി വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാ തന്റെ മകന്റെ കൂടെ കൂടിയിട്ട് വല്ലാത്ത സന്തോഷമാ. വാപ്പയും മകനും ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബിക്ക് 10 വയസ്സിന്റെ താഴെയാണ് പ്രായം. ചരിത്രം പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം രാവിലെയുണ്ടല്ലോ, ഇബ്രാഹിം നബി തന്റെ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, മോനെ ഇസ്മായിലേ,
അള്ളാഹു പറഞ്ഞിരിക്കുകയാ നിന്നെ അറുത്തു കൊടുക്കാൻ. ഇന്നലെ വാപ്പ ഒരു സ്വപ്നം കണ്ട പൊന്നുമോര്, അള്ളാഹു നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുകയാ. നിന്റെ അഭിപ്രായം എന്താണെന്ന് വാപ്പ തന്റെ പൊന്നുമകനോട് ചോദിക്കുമ്പോ ആ മകൻ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോട് അവിടെന്ന് പറഞ്ഞ മറുപടി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. വാപ്പയോട് തന്റെ പൊന്നാര 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള പൊന്നുമൂര് അവിടെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു, വാപ്പാ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണേ വാപ്പാ, അള്ളാഹു പറയുന്നത് അനുസരിക്കുക വാപ്പാ, വിധിയുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ. തന്റെ വാപ്പയെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, തിന്ന വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് തന്റെ പൊന്നുമോനെ അറുക്കുന്നതിന് വേണ്ടി വാപ്പ തയ്യാറെടുക്കുമ്പോ, തന്റെ പൊന്നുമോനെ അറുക്കുന്നതിന് വേണ്ടി വാപ്പ തയ്യാറെടുക്കുമ്പോ ആ പൊന്നുമോൻ ഉപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉപ്പാ എനിക്ക് 4 വസിയത്തുണ്ട് വാപ്പാ. ആ 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള പൊന്നുമോനോട് വാപ്പ ചോദിച്ചു, എന്തേ മോനെ, എന്തേ നിനക്ക് അവസാനമായി വസിയത്ത് ചെയ്യാനുള്ളത്? അവിടെന്ന് പൊന്നുമോൻ ഉപ്പാരോട് പറയുന്ന, ഉപ്പാ എന്നെ മലർത്തി കിടത്തിയിട്ട് കഴുത്തില് കത്തിവെച്ചറുക്കല്ലേ, എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് എന്റെ പിരടിയിലെ കത്തിവെച്ചറുക്കാൻ പാടുള്ളൂ. അത്ഭുതത്തോടെ ഇബ്രാഹിം നബി ചോദിച്ചു, മോനെ കാരണമെന്തേ? അവിടെന്ന് പറഞ്ഞു കൊടുത്തു, വാപ്പാ നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അറുക്കുന്നതിന് വേണ്ടി കഴുത്തിലേക്ക് കത്തികിടത്ത് വെക്കുമ്പോ എന്റെ മുഖമെങ്ങാണം കണ്ട നിങ്ങളെ കൊണ്ടറുക്കാ കഴിയില്ല വാപ്പാ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാ കഴിയില്ല. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് പിരടിയില് കത്തിവെച്ചറുക്കാൻ പാടുള്ളൂ. രണ്ടാമതായി പറഞ്ഞു കൊടുക്കുന്നു, വാപ്പാ എന്റെ കയ്യും കാലും കെട്ടിയിടണേ വാപ്പാ, എന്റെ കയ്യും കാലും കെട്ടിയിടണം. എന്തിനാ മോനെ, എന്തിനാ മോനെ? വാപ്പാ നിങ്ങൾ എന്റെ കഴുത്തില് കത്തിവെച്ചറക്കുമ്പോ എനിക്ക് വല്ലാതെ വേദനിക്കുമല്ലോ. എന്റെ കൈകാലുകളിട്ടടിച്ചാ ഉപ്പയുടെ കൈവിറയ്ക്കും ഉപ്പാ, നിങ്ങളെ കൊണ്ടറുക്കാൻ കഴിയില്ല. മൂന്നാമതായിട്ട് പറയുന്ന, ഉപ്പാ ഞാൻ ധരിച്ചിരിക്കുന്ന എന്റെ വസ്ത്രം എന്റെ ഉമ്മാനെ കാണിക്കല്ലേ, എന്റെ ഉമ്മാനെ സഹിക്കൂല, എന്റെ ഉമ്മാടെ മനസ്സ് വേദനിക്കും. നാലാമതായിട്ട് ഇസ്മായിൽ എന്ന ചെറിയ പയ്യന് വാപ്പയോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പാ എന്നെ അറുത്തിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോ എന്റെ ഉമ്മയോട് എന്റെ സലാം പറയടേ, എന്റെ ഉമ്മാനെ നാളെ സ്വർഗത്തിൽ വെച്ച് കാടാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണേ എന്ന് അറുക്കാൻ കൊണ്ടുപോകുന്ന വാപ്പയോടൊരു പൊന്നുമോ പറഞ്ഞു കൊടുത്ത ചരിത്രം കേൾക്കുമ്പോ ഏതൊരു വാപ്പയുടെയും മനസ്സിന്റെ ഉള്ളില്, ഏതൊരു ഉമ്മയുടെയും മനസ്സിന്റെ ഉള്ളില് അറിയാതെ ദുആ ചെയ്യുന്നു, അല്ലാ ഇതുപോലെ ഒരു മകന്, ഇതുപോലെ ഒരു കുഞ്ഞിന് എനിക്ക് നീ തരണേ അല്ലാ.